പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 2025 5 മാസം അതിശയകരമായി അത്ഭുതകരമായി നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കുകയും 6-ാം മാസത്തിന്റെ പുത്തൻ പ്രഭാതം, ഈ വിശുദ്ധ ദിനം ദൈവകൃപയോടെ അടുത്തു വരുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കി. ഈ ഞായറാഴ്ച നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. 2 Thessalonians chapter 2 verse 15 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. തെസ്സലോനിക്കയിലെ സഭ മറ്റ് കൊച്ചു സഭകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സഭയാണ്. ജാതീയ വിജാതീയ കൂട്ടത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ കൂടെയുള്ള മാനസാന്തരത്തിന്റെ സദ്വാർത്ത കേട്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയവരാണ്. നാം യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ പഠിക്കാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. അത്രമാത്രം ഈ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹം വിശ്വാസത്തിൽ ഉറച്ചവരും അവർക്ക് ലഭിക്കപ്പെട്ട സത്യസുവിശേഷത്തിൽ വിശ്വസിച്ചവരുമാണ്. അവരുടെ പ്രത്യാശ വളരെ ഉന്നതവുമാണ്. അവരുടെ മുൻപേ മരിച്ചവരെ കുറിച്ചുള്ള അവരുടെ വിചാരങ്ങൾ, ആകുലത പൗലോസ് നീക്കിക്കൊടുക്കുകയും വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2-ാം ലേഖനത്തിൽ എത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉറപ്പിച്ചിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്: ഞങ്ങൾ നൽകിയ, അത് വാക്കിലൂടെയോ വചനത്തിലൂടെയോ ഒക്കെ നൽകിയ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. 2025 6-ാം മാസം പ്രഥമ ദിന വിശുദ്ധ ദിനം അതിരാവിലെ ദൈവജനം കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുഴപ്പം, ഇന്നത്തെ ക്രൈസ്തവരുടെ പ്രശ്നം, ഇന്നത്തെ സഭകളുടെ പ്രശ്നം ഇവിടെയാണ്. പ്രമാണം വിട്ട് നടക്കുന്ന ഒരു കൂട്ടരായി ക്രൈസ്തവ ലോകം മാറി. സഭാ നിയമങ്ങൾ വളരെ ശക്തമായി പാലിക്കും. അതിനുവേണ്ടി അടിയും ഇടിയും ബഹളവും വഴക്കും ഒക്കെ നടത്തും. ഒരു ഭവനത്തിൽ തന്നെ, ഒരു കുടുംബത്തിൽ തന്നെ അതിനുവേണ്ടി പ്രശ്നമുണ്ടാക്കും. മാത്രമല്ല, കേസും വഴക്കും കൊലപാതകം വരെ നടത്തും. പക്ഷേ നമുക്ക് ലഭിക്കപ്പെട്ട, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവവചനം പ്രമാണം പാലിക്കുന്നതിൽ ആർക്കും യാതൊരു ശുഷ്കാന്തിയുമില്ല.
അതുകൊണ്ട് എന്ത് പറ്റി? സഭയിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം. നമുക്കറിയാം, ഏകദേശം ഒരു 20 വർഷം പുറകിൽ നമ്മുടെ ഭവനത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിനായിട്ട് ദൂരദേശത്തോട്ടോ ജോലി സംബന്ധമായോ വിവാഹം കഴിച്ചോ ഒക്കെ ഏത് വിധത്തിലാണെങ്കിലും ഭവനത്തിൽ നിന്നും അല്പ ദിവസങ്ങൾ, ചില നാളുകൾ മാറി നിൽക്കേണ്ടതായി യാത്ര തുടരുമ്പോൾ നമ്മുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, മാതാപിതാക്കൾ ആദ്യം ചെയ്യുന്നത് ഉള്ള രൂപ സ്വരുക്കൂട്ടി ഒരു വേദപുസ്തകം വാങ്ങി ആ പൈതലിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതും കൊണ്ട് പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല. ഒരു കാര്യം ഈ പ്രഭാതത്തിൽ പറയാതിരിക്കുവാൻ തരമില്ല. നാം സാധാരണ പറയാറില്ലേ, 8ാം ക്ലാസ്സും ഗുസ്തിയും 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറിയതാ. പക്ഷേ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മാതാപിതാക്കളുടെ നിർബന്ധമാണെങ്കിലും ഒരു വേദപുസ്തകം കയ്യിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നവർ ഗൾഫിന്റെ പ്രദേശങ്ങളിൽ GCC അങ്ങനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ചേക്കേറി കരപിടിച്ചു, ദൈവത്തെ വിളിച്ചു, പ്രാർത്ഥിച്ചു. അവർക്ക് ബുദ്ധിമുട്ടേറി വന്നപ്പോൾ അപ്പനും അമ്മയും ഉപദേശിച്ചു നൽകിയ ദൈവവചനത്തിൽ ആശ്രയിച്ചു. ആ തലമുറയും അടുത്ത തലമുറയെയും ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ ഇന്നത്തെ തലമുറ എന്തുകൊണ്ടാണ് പോകുന്നത്? കുറെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ആത്മവിശ്വാസം അമിതമായിട്ടുണ്ട്, ബന്ധങ്ങളുണ്ട്, കൂട്ടിന് ഗൂഗിളുണ്ട്, ലാപ്ടോപ്പും മൊബൈലും എല്ലാം ഉണ്ട്. നിർഭാഗ്യവശാൽ ദൈവം കൂടെയില്ല, ദൈവവചനം കൂടെയില്ല. അവിടെയാണ് ഇന്നത്തെ പ്രതികൂലം. 2025 6ാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തിലേക്ക്, പ്രമാണത്തിലേക്ക് മടങ്ങി വരാം. ഇന്ന് പ്രമാണമില്ലാതെ ജീവിക്കുകയാണ്. പ്രമാണം കാറ്റിൽ പറത്തി സ്വന്തം ഇഷ്ടത്തിന് മുൻതൂക്കം നൽകി ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവവചനത്തെ ചോദ്യം ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ അന്ധകാര യുഗത്തിൽ എത്തിയിരിക്കുകയാണ്. തന്മൂലം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാവർക്കും നിരാശയാണ്, സന്തോഷമേ ഇല്ല. 10 വയസ്സുള്ള ഒരു കുട്ടിയും കൗൺസിലറിനെ തേടുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്, കേരളത്തിലെ സ്കൂളുകളിലും പോലീസിന്റെ കംപ്ലൈന്റ് ബോക്സ് സ്ഥാപിക്കുകയാണ്. ഏത് നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു? കൗൺസിലേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നു. കൊച്ചു കുട്ടികൾ പോലും ഡിപ്രഷനിലേക്ക് വീണിരിക്കുന്നു. ഡിപ്രഷന്റെ മരുന്ന് കഴിക്കാതെ കുടുംബത്തിൽ ഒരംഗമെങ്കിലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്താണ്? പ്രമാണമില്ല. ഇന്ന് ഒരു സഭയ്ക്കും പ്രമാണത്തിൽ നിൽക്കണമെന്ന് പഠിപ്പിക്കാനൊട്ട് താല്പര്യവുമില്ല. ഒന്നാമത്, പഠിപ്പിക്കേണ്ടവർ പ്രമാണമില്ലാതെ ജീവിക്കുന്നു. പ്രമാണം പഠിപ്പിച്ചാൽ അത് കേൾക്കാൻ ആരുമില്ല, പഠിപ്പിക്കുന്ന ആളിനെ ഒട്ട് താല്പര്യവുമില്ല. അതുകൊണ്ട് ജനത്തിന്റെ ഇഷ്ടത്തിന് വിട്ട് സഭയിൽ നശിച്ചിരിക്കുന്നു. എന്നാൽ തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നു, ഞങ്ങൾ വാക്കിനാലോ
ലേഖനത്തിനാലോ ഏത് നിലയിൽ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് 2025 ജൂൺ മാസം നമുക്കൊരു മടങ്ങിവരവിന്റെ, ദൈവവചനത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ദിനരാത്രങ്ങളായി തീരാം. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷത്തിന്റെ കഴിഞ്ഞ 5 മാസം നമ്മൾ എത്ര പ്രാവശ്യം ദൈവവചനം വായിച്ചു? എത്ര ആരാധനയിൽ പങ്കുചേർന്നു? വിശുദ്ധ മേശയിൽ നാം പങ്കെടുത്തോ? വളരെ ഗൗരവമായി നാം ഓർക്കണം. നമ്മുടെ തലമുറകളെ പ്രമാണം പഠിപ്പിക്കുന്നതിൽ വ്യാപൃതരാക്കിയോ? സൺഡേ സ്കൂളിന് വിട്ടു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഗായക സംഘത്തിൽ പാടുന്നത് കൊണ്ട്, യുവജന സംഘത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ആത്മീയ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് കൊണ്ട്, സഭയുടെ ക്രൈസ്തവ സമിതിയിൽ അംഗമായതുകൊണ്ട് പ്രമാണം പാലിക്കുന്നുവെന്ന് കരുതരുത്. വ്യക്തിപരമായി ദൈവവചനത്തിൽ അടിയുറച്ചു ജീവിപ്പാൻ ഈ പുതുമാസം ഇടയാവട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം നന്മകളാൽ സമൃദ്ധമാണ്. നാം അഭിമുഖീകരിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഈ ദൈവവചനം വലിയ മുതൽക്കൂട്ടായിരിക്കും, താങ്ങും തണലുമായിരിക്കും. ഹല്ലേലൂയ. ഡിപ്രഷന്റെ ഒരു ഗുളികയേക്കാൾ ഒരു ദൈവവചനം നമ്മെ വളരെ ആശ്വസിപ്പിച്ച് അനേകരിലേക്ക് ദൈവശക്തി പകരുവാൻ ഇടയാകും. ഈ പ്രമാണത്തിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ സൈക്കോളജി പഠിച്ച കൗൺസിലിനെ അല്ല, ഒരു വണ്ടർഫുൾ കൗൺസിലർ, എവർലാസ്റ്റിംഗ് ഫാദർ, അങ്ങനെയുള്ള ഒരു വലിയ കൗൺസിലറിനെ നാം കണ്ടുമുട്ടും. അതെ, ഈ ജൂൺ മാസം ഒരു മടങ്ങിവരവിന്റെ ദിനങ്ങളാവട്ടെ. ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ ദൈവവചനം വായിക്കാത്തവരുണ്ടോ? പ്രമാണം സൂക്ഷിക്കാത്തവരുണ്ടോ? പ്രമാണം വിട്ട് ജീവിക്കുന്നവരുണ്ടോ? യേശുവിനെ അറിയാത്തവരുണ്ടോ? മുഴങ്കാലുമെടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ പഠിക്കുവാനോ ജോലിക്കോ കുടുംബസ്ഥരോ എന്തുമായിക്കൊള്ളട്ടെ, പേരൻസ് ഉറപ്പുവരുത്തുക അവർ പ്രമാണം പാലിക്കുന്നു, ക്രമമായി ആരാധനയിൽ പങ്കുചേരുന്നു, ദിനംതോറും അവർ പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന മുടക്കുന്നില്ല, ആരാധനയിൽ സജീവമാണ്, യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ശക്തമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു മകൻ, ഒരു മകൾ, ഒരു കുടുംബം, എത്ര വലിയ തിരമാല വന്നാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും, എത്ര വലിയ ചലഞ്ചസുകൾ, സ്ട്രെസ്സുകൾ, പ്രതിസന്ധി വന്നാലും പതറുകയില്ല, തളരുകയില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അവർക്കറിയാം, ഏതവസ്ഥയിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന, ഈ തിരമാലയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉയരത്തിലെ ശക്തി നൽകുന്ന സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിത പടകിലുണ്ട്. ആ ഒരു വലിയ തിരിച്ചറിവ് ഇന്നിന്റെ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ അവരെ സഹായിക്കും. അതുകൊണ്ട് ജീവജലത്തിന്റെ ശ്രോതാക്കളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ,
2025 6-ാം മാസമായ ജൂൺ മാസം ജീവജലത്തിന്റെ പ്രേക്ഷകരായ ഏവർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായി ദിനരാത്രങ്ങളായി തീരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ. അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, തെസ്സലോനിക്ക സഭയോട് പൗലോസ് തന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യമായി പറഞ്ഞുകൊടുത്ത ഇന്നത്തെ വാഗ്ദത്ത വചനം പ്രമാണം മുറുകെ പിടിക്കണം. കൂട്ടുകാരുടെ ഉപദേശമല്ല, ദുരുപദേശങ്ങളല്ല, ഗൂഗിളോ യൂട്യൂബോ നൽകുന്ന റോങ് തിയോളജി അല്ല, ലഭിക്കപ്പെട്ട സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനമാകുന്ന നമ്മുടെ ഇടയിൽ ജഡം ധരിച്ചു പാർത്ത യേശു എന്ന സത്യ സുവിശേഷത്തെ മുറുകെ പിടിക്കുക, ധൈര്യത്തോടെ മുന്നേറുക. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ പാർക്കുകയും ഞങ്ങളെ ജീവജല നദിയുടെ ഉറവെങ്കിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷകനാകുന്ന കർത്താവേ, 2025 6-ാം മാസം കാണുവാനുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധ ദിനമാകുന്ന ജൂണിന്റെ 1-ാം തീയതി സ്തോത്രത്തോടും സ്തുതിയോടും തമ്പുരാന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനം, ഈ പ്രമാണം ജീവിതത്തിന്റെ ഏതെല്ലാം വെല്ലുവിളികളും വൈതരണികളും രോഗങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും മുറുകെ പിടിക്കുവാൻ പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. അപ്പൊ ആ ജീവിതത്തിന്റെ വേദനകളിൽ, നിന്ദകളിൽ, പരിഹാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ അങ്ങയെ സംശയിപ്പാനിട വരാതെ, പിറുപിറുക്കുവാനിട വരാതെ, ചോദ്യം ചെയ്യുവാനിട വരാതെ പ്രമാണത്തിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണം. ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ജൂൺ മാസം അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, ദൈവകൃപയുടെ ദിനങ്ങളായി അവിടുത്തെ സ്വർഗീയ ശെഖേനയ്ക്കുള്ളിൽ ഞങ്ങളേവരെയും കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ ഇന്നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ദൈവവചനം മുറുകെ പിടിക്കുക. ഏതെല്ലാം ജീവിത സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഏറി വന്നാലും വചനം മുറുകെ പിടിക്കുക. അങ്ങനെ ഈ ജൂൺ മാസം അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, വിടുതലിന്റെ, നന്മയുടെ മാസമായി ദൈവകൃപയോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.